എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ളൊരു ഫ്രൂട്ടാണ് സപ്പോട്ട. ഇതിനോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെ മിക്കവരുടെയും വീട്ടിൽ ഇത് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടാകും. എന്നാൽ പലരുടെയും വീടുകളിൽ പലരും പറയാറുണ്ട്, വലിയ മരമായിട്ട് കൂടിയും ഞങ്ങളുടെ മരത്തിൽ കായകൾ ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ പൂക്കൾ ഉണ്ടാവുന്നില്ല, അതും അല്ലെങ്കിൽ പൂക്കൾ ഉണ്ടായിട്ട് കൊഴിഞ്ഞു പോകുന്നു എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്നും ഇതിനുള്ള പ്രതിവിധി എന്തൊക്കെയാണെന്നുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. പുതിയതായിട്ട് അതായത് തൈകൾ വെച്ച് പിടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരും വീട്ടിലുള്ളവരുമൊക്കെ ഈ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. എല്ലാവർക്കും ഇത് ഉപകാരപ്പെടും. അപ്പോൾ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തേക്കുക, കൂട്ടത്തിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കുക. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. പല രീതിയിൽ സപ്പോട്ടയുടെ തൈകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. വിത്ത് മുളപ്പിച്ച തൈകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അതായത് പാകമായ സപ്പോട്ടയുടെ വിത്ത് എടുത്തിട്ട് മുളപ്പിച്ചെടുക്കുന്നതാണ് ഒരു രീതി. അതുപോലെ തന്നെ ഗ്രാഫ്റ്റ് ചെയ്തതും ബഡ് ചെയ്തതും അതുമല്ലാണ്ട് എയർ ലെയറിങ് ചെയ്ത മെത്തേഡിലൂടെ കിട്ടുന്ന തൈകളും ഇപ്പോൾ അവൈലബിൾ ആണ്. വിത്ത് പാകി മുളപ്പിക്കുന്ന തൈകളാണെങ്കിൽ ഒരുപാട് കാലമെടുക്കും. അതൊന്ന് പൂത്ത് കിട്ടാനൊക്കെ ആയിട്ട് മാക്സിമം 7-8 വർഷത്തോളം പിടിക്കും അതിൽ കായ്കൾ ഉണ്ടാകാനായിട്ട്. അത്രയും ഒരു ലോങ് ടൈം വെയിറ്റ് ചെയ്യാതെ തന്നെ ഗ്രാഫ്റ്റ് ചെയ്തതും ബഡ് ചെയ്തതുമായിട്ടുള്ള തൈകൾ ഇപ്പോൾ നഴ്സറിയിലൊക്കെ അവൈലബിൾ ആണ്. ഏറ്റവും നല്ല തൈകളെന്ന് പറഞ്ഞാൽ ഗ്രാഫ്റ്റ് ചെയ്ത തൈകളാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗ്രാഫ്റ്റ് ചെയ്ത തൈകളിൽ തന്നെ മാക്സിമം 3 വർഷം അല്ലെങ്കിൽ 1 വർഷത്തിനുള്ളിൽ തന്നെ കായ്ഫലം ഉണ്ടാകും. കുഞ്ഞു മരത്തിൽ തന്നെ ഒരുപാട് സപ്പോട്ട ഉണ്ടായി നിൽക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ബഡ് ചെയ്തതോ ഗ്രാഫ്റ്റ് ചെയ്തതോ ആയ തൈകൾ വാങ്ങിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നല്ല വെയിൽ ഇഷ്ടപ്പെടുന്ന മരങ്ങളാണ് സപ്പോട്ട. അപ്പോൾ തൈകൾ കുഴിച്ചു വയ്ക്കുന്ന സമയത്ത് നല്ല വെയിലുള്ള സ്ഥലം തന്നെ തിരഞ്ഞെടുത്ത് അത് കുഴിച്ചു വയ്ക്കാനായിട്ട് ശ്രമിക്കുക. ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, മരം വലുതായി വളരുന്നു എന്ന് മാത്രമേ ഉള്ളൂ, അതിൽ കായ്കളോ അല്ലെങ്കിൽ പൂക്കളോ ഒന്നും പിടിക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഇതിന് ഒരു കാരണമുണ്ട്. അതെന്താണെന്ന് പറഞ്ഞാൽ പരാഗണം നല്ല രീതിയിൽ നടക്കാത്തത് കൊണ്ടാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. അതായത് മരത്തിൽ ആൺ പെൺ പൂക്കൾ തമ്മിലുള്ള പരാഗണം നടക്കാത്തത് കൊണ്ടാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. ഇതെങ്ങനെ പരിഹരിക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ തൈകൾ വാങ്ങിക്കുമ്പോൾ 2 തൈ മാക്സിമം വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക, അടുത്തടുത്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ പരാഗണം എന്നുള്ളൊരു പ്രശ്നം അവിടെ പരിഹരിക്കാനായിട്ട് സാധിക്കും. ഇനി അടുത്തൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ മരത്തിലുണ്ടാകുന്ന പൂക്കളും കായ്കളും ഒക്കെ കൊഴിഞ്ഞു പോകുന്നു എന്ന് പറയാറുണ്ട്. ഇതിനെന്താ പ്രശ്നമെന്ന് പറഞ്ഞാൽ മതിയായിട്ടുള്ള വെള്ളം മരത്തിന് ലഭിക്കാത്തത് കൊണ്ടാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. നല്ല രീതിയിൽ നനച്ചു കൊടുക്കാത്തത് കൊണ്ടുണ്ടാകുന്ന ഒരു പ്രശ്നമായത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ കായ്കളും പൂക്കളും ഒക്കെ കൊഴിഞ്ഞു പോവുക തന്നെ ചെയ്യും. അതെല്ലാ മരങ്ങളിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ മരം നല്ല രീതിയിൽ ചുവട് നനച്ചു കൊടുക്കുക. വേനൽക്കാലമാകുമ്പോൾ 2 നേരം നല്ല രീതിയിൽ തന്നെ നനച്ചു കൊടുക്കുക. ഗ്രാഫ്റ്റ് ചെയ്തതോ അല്ലെങ്കിൽ ബഡ് ചെയ്തതുമായിട്ടുള്ള തൈകളിലാണ് ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടാകുന്നതെങ്കിൽ തൈകൾ നല്ല രീതിയിൽ ഓസ് ഉപയോഗിച്ച് ഫുള്ളായിട്ട് നനച്ചു കൊടുക്കുക. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ് സപ്പോട്ടയുടെ തൈ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ നല്ല മാസമെന്ന് പറയുന്നത്. തൈ നടാൻ നേരത്ത് 1.5 അടി താഴ്ചയിൽ കുഴിയെടുത്തിട്ട് വേണം സപ്പോട്ടയുടെ തൈ നടാൻ. ഇതിൽ നമുക്ക് ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്കോ അല്ലെങ്കിൽ കോഴിവളം, അങ്ങനെ എല്ലുപൊടി, ഏത് വളമാണോ കിട്ടുന്നത് ആ വളം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. 3-4 മാസങ്ങൾ കൂടുമ്പോഴേക്കും നമുക്ക് വളപ്രയോഗമൊക്കെ ചെയ്തു കൊടുക്കാം. രാസവളങ്ങളെക്കാളും ജൈവവളങ്ങൾ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി അടുത്തൊരു വെല്ലുവിളി എന്താണെന്ന് പറഞ്ഞാൽ മരങ്ങളിൽ കായ്കളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ അണ്ണാനും വവ്വാലും ഒക്കെ വന്ന് കടിച്ച് നശിപ്പിക്കുന്നതാണ്. ഈ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് വീട്ടിൽ കിട്ടുന്ന വൈറ്റ് കളറിലെ കവർ ഉപയോഗിച്ച് കെട്ടി വയ്ക്കുക. അല്ലെങ്കിൽ നമ്മൾ പാവയ്ക്കൊക്കെ നമ്മൾ ഉണ്ടായി വരുന്ന സമയത്ത് നമ്മൾ വൈറ്റ് കളർ പേപ്പർ വെച്ചിട്ട് പിൻ ചെയ്ത് വെക്കാറുണ്ട്. ഇതുപോലെയൊക്കെ ചെയ്ത് കായ്കൾ സൂക്ഷിക്കുക. ഇതൊക്കെ ഒരു പരിഹാരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി സപ്പോട്ടയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വിറ്റാമിൻ എ ധാരാളമായിട്ട് അടങ്ങിയ ഒരു പഴവർഗ്ഗമാണ് സപ്പോട്ട കഴിക്കുന്നത് വഴി കണ്ണിൻ്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനും രോഗപ്രതിരോധശേഷി കൂട്ടാനും ചർമ്മത്തിൻ്റെ ആരോഗ്യം നിലനിർത്താനുമായിട്ട് കഴിയുന്നു. സപ്പോട്ടയിൽ അടങ്ങിയിരിക്കുന്ന ഫ്രാക്ടോസ്, സൂക്രോസ് എന്നിവ ഊർജം ലഭിക്കാനായിട്ടും
സഹായിക്കുന്നു. ഗർഭിണികൾ അവരുടെ ഡയറ്റിൽ സപ്പോട്ട ഉൾപ്പെടുത്തുന്നതും വളരെ നല്ലതാണ്. ഇതിലുള്ള വിറ്റമിൻസും മിനറൽസും ഒക്കെ കുഞ്ഞിൻ്റെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനും കുഞ്ഞിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ്സിനും ഒക്കെ വളരെ നല്ലതാണ്. കൂടാതെ സപ്പോട്ടയിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ എ, ബി, സി എന്നിവ വായിലുണ്ടാകുന്ന ചില ക്യാൻസറുകളെയൊക്കെ തടയാനായിട്ടും സഹായിക്കുന്നു. സപ്പോട്ടയിൽ അടങ്ങിയിരിക്കുന്ന കാൽഷ്യം, അയൺ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, മഗ്നീഷ്യം എന്നിവ എല്ലുകളുടെ വളർച്ചയ്ക്കും എല്ലുകൾക്ക് നല്ല രീതിയിലുള്ള ശക്തി കിട്ടാനുമായിട്ട് സഹായിക്കുന്നു. കൂടാതെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും മുഖത്ത്, അതായത് ചർമ്മത്തിൻ്റെ ചുളിവുകളൊക്കെ മാറ്റി മുഖം നല്ല സുന്ദരമാക്കാനായിട്ടും സപ്പോട്ട സഹായിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം, കൂട്ടത്തിൽ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം.